വെൽക്കം ടു ടെസ്റ്റ് സ്റ്റോറീസ്. ഓക്കെ, അതാണ് നമ്മൾ പുതിയ ചാനലിൻ്റെ പേര്. കുറച്ച് ഷോർട്സൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് വ്യൂസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സ്റ്റോറീസ് ഫോക്കസ് ചെയ്യുന്നത് കണ്ടൻറ് ക്രിയേഷനും എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നടക്കുന്നതെന്ന് അറിയില്ല. എൻ്റർടൈൻമെൻറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് ഞാൻ നോക്കുന്നത് ഒരു സ്റ്റോറീസ് ആയിട്ട് സീരീസ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്ളോഗിങ് വരുമെന്നറിയില്ല, ചിലപ്പോൾ ഭാവിയിൽ വരാം. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കുന്നത് കണ്ടൻറ് ക്രിയേഷൻ, കുറച്ചും കൂടി ആക്ടിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയിലേക്ക് നോക്കണം, ഇങ്ങോട്ട് നോക്കണം എന്നറിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറീസ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ പേര് ടെസ്സി എന്നാണ്. ഞാൻ ഇടുക്കിയാണ് താമസം. ഇപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് വർക്ക് ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സ്കൂളിലാണ്. ഓക്കെ, 26 വയസ്സാണ് കേട്ടോ. ഓക്കെ, ഇത് എന്തുകൊണ്ട് ടെസ്റ്റ് സ്റ്റോറീസ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. അഭിനയിക്കാൻ ഒത്തിരി അറിയില്ല, എന്നാലും ഇങ്ങനെ കഥ എഴുതും കുറച്ചൊക്കെ, കവിത എഴുതും കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടിയാണല്ലോ യൂട്യൂബ്, അങ്ങനെ എടുത്തതാണ്. ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ 26 വയസ്സ് കംപ്ലീറ്റ് ആയി എന്ന് പറയുമ്പം ഈ പറയുന്ന പോലെ നമ്മുടെ ചെറുപ്പത്തിലുള്ള നമ്മളോട് പറയാനുള്ള കുറേ കാര്യങ്ങളെന്ന് പറയാറില്ലേ. ഇപ്പം നീ ആശ്വസിക്കുക, നീ വലുതാകുമ്പോൾ ഇങ്ങനെയായി, നമ്മളിവിടെയാണ് നിൽക്കുന്നത്, ഈ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ചൈൽഡ്ഹുഡിലുള്ള ആളോട് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിള് ഫേസ് ചെയ്ത് വരിക ബെറ്ററാണ്. നമ്മൾ ചെയ്ത റൂട്ട് ശരിയാണെന്ന് ഓക്കെ എന്ന് പറയാം. ഇനി ഫ്യൂച്ചറിലുള്ള ആളോട് പറയാനുള്ളത്, സ്ട്രഗിൾസ് ഇന്നേ ഉണ്ടാവും. എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളോടും ചെയ്യുന്ന ആളുകൾ, അതായത് നമ്മുടെ ഏജ് ഗ്രൂപ്പിന് താഴെയുള്ള ആളുകളോടാണ്. എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് കണക്ഷൻ വിട്ടു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിലുള്ള ഒരാളോട്, അല്ലെങ്കിൽ നമ്മളൊരു 50കളും 40കളും എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിച്ചാൽ, നമുക്ക് ഇപ്പോൾ സ്വപ്നം കാണാനല്ലോ നമ്മളപ്പോൾ ജീവിക്കുമെന്ന് പോലും നമുക്ക് അറിഞ്ഞില്ല. എന്നാലും പറയുമ്പോൾ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. സ്ട്രഗിൾസിനെ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്നോ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മൾ ഈ പറയുന്ന പോലെ സ്ട്രഗിൾസിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അതെ, സൂയിസൈഡ് ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും ന്യൂസിൽ സൂയിസൈഡ് ചെയ്യുന്നു, ഒളിച്ചോടി പോകുന്നു. സിറ്റുവേഷൻസാണ് അങ്ങനെ അല്ലേ ആളുകളെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്ട്രഗിൾസിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്യൂച്ചറിലുള്ള എന്നോട് എനിക്ക് തന്നെ പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സ്ട്രഗിളിലാണെങ്കിൽ, പീരീഡിലാണെങ്കിൽ ഫേസ് ചെയ്യാം, മാക്സിമം ഫേസ് ചെയ്യാം. നമ്മൾ ചെയ്യാനൊക്കെ അങ്ങ് ചെയ്യുക, ബാക്കി നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.